ചൈന, ഇന്ത്യ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് ബ്രഹ്മപുത്ര നദിയെന്ന് നമുക്കറിയാം. സത്യത്തിൽ ഈ നദി ഉത്ഭവിക്കുന്നത് ചൈനയിൽ നിന്നാണ്. ചൈനയിൽ ഈ നദിയുടെ പേര് യാർലുങ് സാങ്പോ എന്നാണ്. പക്ഷേ ഇപ്പോൾ ചൈന ഈ നദിക്കു കുറുകെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡാം പണിയാൻ പോവുകയാണ്. അങ്ങനെയെങ്ങാനും ചൈന ഇവിടെ ഒരു ഡാം പൂർണ്ണമായി നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യക്കും ബംഗ്ലാദേശിനും വലിയ തിരിച്ചടിയായിരിക്കും. പക്ഷേ ഈ ഡാം ചൈന നിർമ്മിക്കാൻ പോകുന്നത് ഹിമാലയത്തിലാണ്. അതിനാൽ തന്നെ ചൈന എങ്ങനെയാണ് ഹിമാലയത്തിന് മുകളിൽ ഇത്രയും വലിയൊരു ഡാം നിർമ്മിക്കുന്നതെന്നും ഏഷ്യയുടെ മാപ്പിൽ പോലും മാറ്റങ്ങൾ വരുത്താൻ കഴിവുള്ള ഈ ഡാം നിർമ്മിച്ചാൽ എന്ത് സംഭവിക്കുമെന്നുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ മലയിടുക്കായ ടിബറ്റിലെ യാർലുങ് സാങ്പോ മലയിടുക്കിലാണ് ചൈന ഈ ഡാം നിർമ്മിക്കാൻ പോകുന്നത്. പ്രശസ്തമായ ത്രീ ഗോർജസ് ഡാമിനേക്കാൾ 3 ഇരട്ടി വൈദ്യുതി ഈ അണക്കെട്ട് ഉൽപ്പാദിപ്പിക്കുമത്രേ. നിലവിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ഡാമാണ് ത്രീ ഗോർജസ് ഡാം. ചൈനയിലെ ഹ്യൂബെ പ്രവിശ്യയിലെ യാങ്സെ നദിയിലാണ് ത്രീ ഗോർജസ് ഡാം നിർമ്മിച്ചിരിക്കുന്നത്. 2335 മീറ്റർ നീളവും 185 മീറ്റർ ഉയരവുമാണ് ഈ ഡാമിനുള്ളത്. 10 ട്രില്യൺ ഗാലൺ, അതായത് 40 ക്യൂബിക് കിലോമീറ്റർ വെള്ളം സംഭരിക്കാനുള്ള ശേഷിയാണ് അണക്കെട്ടിൻ്റെ റിസർവോയറിനുള്ളത്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ വൈദ്യുതി, അതായത് പ്രതിവർഷം ഏകദേശം 60 ജിഗാവാട്ട് വൈദ്യുതിയാണ് ചൈന പുതുതായി നിർമ്മിക്കാൻ പോകുന്ന ഡാം ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നത്. അതായത് വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഏകദേശം ഒരു വർഷം ഉപയോഗിക്കുന്നത് വെറും 25 മുതൽ 30 ജിഗാവാട്ട്സ് ഇലക്ട്രിസിറ്റി മാത്രമാണ്. കേരളം ഉപയോഗിക്കുന്ന വൈദ്യുതിയേക്കാൾ 2 ഇരട്ടി ഈ ഡാം വർഷം പ്രൊഡ്യൂസ് ചെയ്യുമെന്നർത്ഥം. അതുകൊണ്ട് തന്നെ ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് ഡാം ആയിരിക്കും ഇത്. കൂടാതെ ഈ ഡാമിൻ്റെ നിർമ്മാണ തുക എന്ന് പറയുന്നത് ത്രീ ഗോർജസ് ഡാം നിർമ്മിച്ച തുകയുടെ 3 ഇരട്ടിയാണ്. അതായത് ഈ പ്രൊജക്റ്റിന് 1 ട്രില്യൺ യുവാനാണത്രേ കോസ്റ്റ്. അതായത് ഏകദേശം $137 ബില്യൺ. ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ 11 ലക്ഷം കോടിയിലധികം രൂപ. ഇത് പല രാജ്യങ്ങളുടെയും GDP-യേക്കാൾ കൂടുതലാണ് എന്നതാണ് സത്യം. കേൾക്കുമ്പോൾ നമുക്ക് അമ്പരപ്പ് തോന്നുമെങ്കിലും അതുപോലെ തന്നെ ഈ ഡാം ടിബറ്റിൻ്റെ ഭൂപ്രദേശത്തെ മാറ്റിമറിക്കുന്നത് പോലെ ഏഷ്യയുടെ ജലവിതരണത്തെ തന്നെ മാറ്റിമറിക്കും എന്നതാണ് സത്യം. ടിബറ്റിൽ നിന്ന് ആരംഭിച്ച് പിന്നീട് ഇന്ത്യയിലേക്കും ബംഗ്ലാദേശിലേക്കും ഒഴുകുന്ന യാർലുങ് സാങ്പോ നദിയിലാണ് ഈ അണക്കെട്ട് നിർമ്മിക്കുന്നതെന്ന് മുൻപേ പറഞ്ഞല്ലോ. ഇന്ത്യയിലെത്തിക്കഴിഞ്ഞാൽ ഈ നദിയെ നമ്മൾ വിളിക്കുന്നത് ബ്രഹ്മപുത്ര നദി എന്നാണ്. ഇനി എന്തുകൊണ്ടാണ് ഇന്ത്യയും ബംഗ്ലാദേശും ഈ ഡാം പ്രൊജക്റ്റിനെ ഇത്രത്തോളം ഭയക്കുന്നതെന്ന് നമുക്ക് വീഡിയോയുടെ അവസാനം സംസാരിക്കാം. ഏതായാലും ഈ മലയിടുക്കിൻ്റെ ശരാശരി ആഴം എന്ന് പറയുന്നത് ഏകദേശം 2268 മീറ്റർ, അതായത് 7440 അടിയാണ്. അതിൻ്റെ ഏറ്റവും ആഴമേറിയ പോയിന്റിൽ 6009 മീറ്റർ, അതായത് 19714 അടി വരെ താഴ്ചയുണ്ട്. ഇത് USA-യിലെ ഗ്രാൻഡ് കന്യോണിനേക്കാൾ ഇരട്ടി ആഴമുള്ളതാണ്. ഈ സ്റ്റീപ്പ് ഡ്രോപ്പ് ഉള്ളതുകൊണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ നല്ലതുപോലെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നതാണ് ചൈനയുടെ വിഷൻ. എന്നാൽ പറയാൻ വളരെ എളുപ്പമാണെങ്കിലും ഇവിടെ ഒരു ഡാം നിർമ്മിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ഈ ഡാം സൈറ്റ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ ലോകത്തിലെ ഏറ്റവും ഭൂകമ്പ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ മേഖല. അതിനാൽ തന്നെ ഇവിടെ തൊഴിലാളികൾ വളരെ ഉയരത്തിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കണം. ഈ പ്രദേശത്ത് പലപ്പോഴും ഉണ്ടാകുന്ന ശക്തമായ ജലമർദ്ദവും കനത്ത മഴയും മറ്റൊരു വലിയ തിരിച്ചടിയാണ്. ഈ പ്രദേശത്ത് പ്രധാനപ്പെട്ട 43 ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങൾ ഉണ്ടെന്നാണ് കണക്ക്. അതിനാൽ തന്നെ ഒരു ഉരുൾപൊട്ടൽ പോലും ഇവിടെയുള്ള ഡാമിൻ്റെ കൺസ്ട്രക്ഷനും മറ്റും വലിയ തിരിച്ചടിയായിരിക്കും. അതിനാൽ തന്നെ ലോകം ഇതുവരെ കാണാത്ത പല എഞ്ചിനീയറിംഗ് പരീക്ഷണങ്ങളും ഇവിടെ ചൈന നടത്തേണ്ടി വരുമെന്നതാണ് മറ്റൊരു വസ്തുത. ശക്തിയേറിയ പാറകൾക്കിടയിലൂടെ ഏകദേശം 20 കിലോമീറ്റർ, അതായത് 12.4 മൈൽ നീളമുള്ള 4-6 നീളമുള്ള തുരങ്കങ്ങൾ തൊഴിലാളികൾ ഇവിടെ കുഴിക്കേണ്ടതുണ്ട്. ഈ തുരങ്കങ്ങൾ നദിയുടെ പകുതി വെള്ളം സൈറ്റിൽ നിന്നും മഴയിലേക്ക് കൊണ്ടുപോകും. അത് ഏകദേശം ഓരോ സെക്കൻഡിലും 1629 ക്യൂബിക് അടി, അതായത് 2000 ക്യൂബിക് മീറ്റർ ആയിരിക്കും. മഞ്ഞ് ഉരുകുന്നതും മൺസൂൺ മഴയും കാരണം നദി സീസൺ അനുസരിച്ച് പെട്ടെന്ന് മാറുന്നതും മറ്റൊരു തിരിച്ചടിയാണ്. ഇവിടെ വലിയ രീതിയിൽ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടെന്ന് മുൻപേ സൂചിപ്പിച്ചല്ലോ. മോട്ടുവോ ലാൻഡ്സ്ലൈഡ് എന്നറിയപ്പെടുന്ന ഇവയിൽ ഒന്നിൽ മാത്രം 25.6 ദശലക്ഷം ക്യൂബിക് മീറ്റർ ലോസ് എർത്ത് ഉണ്ടെന്നാണ് കണക്ക്. ഇതൊക്കെ കൊണ്ട് തന്നെ ഉരുൾപൊട്ടലിനെയും ഭൂകമ്പത്തെയും തടുക്കാൻ മാത്രം ശക്തിയുള്ളതായിരിക്കണം ഈ ഡാം എന്ന് ചൈനയ്ക്ക് നിർബന്ധമുണ്ട്.
ഇനി ഈ ഡാമിൻ്റെ നിർമ്മാണ ഘട്ടങ്ങൾ പരിശോധിച്ചാൽ ഈ ഡാം നിർമ്മിക്കുന്നതിന് ഡാം എഞ്ചിനീയേഴ്സ് ആദ്യം നല്ല പവർഫുള്ളായ മൗണ്ടൻ റോഡുകൾ ഇവിടെ നിർമ്മിക്കണം. അതിൻ്റെ കൂടെ സപ്പോർട്ട് ബിൽഡിങ്ങുകളും നിർമ്മിക്കണം. കൂടാതെ ഭൂകമ്പങ്ങൾ നിരീക്ഷിക്കാൻ നൂതന സംവിധാനങ്ങൾ സ്ഥാപിക്കണം. ഇതിനെല്ലാം പുറമെ ഇവിടെയുള്ള ജലം വൃത്തിയായി സൂക്ഷിക്കുന്നതിനും പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനുമുള്ള മോഡേൺ ടെക്നിക്കുകളും ചൈന ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഈ ഡാം നിർമ്മാണത്തിന് എഞ്ചിനീയർമാർ വേറൊരു ഡാം നിർമ്മാണത്തിലും കണ്ടിട്ടില്ലാത്ത വാട്ടർ പ്രഷർ കൈകാര്യം ചെയ്യണമെന്നതാണ് മറ്റൊരു കാര്യം. നാംച ബർവ പർവ്വതത്തിന് ചുറ്റും നദി കുത്തിനെ തിരിയുന്ന സ്ഥലത്താണ് ചൈന ഇത് പണിയുന്നത്. ഈ പ്രൊജക്റ്റ് നിർമ്മിക്കുന്ന രീതി ഭാവിയിൽ അപകടകരമായ സ്ഥലങ്ങളിൽ വലിയ പ്രൊജക്റ്റുകൾ നിർമ്മിക്കുന്ന രീതിക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഒരുപാട് സഹായിച്ചേക്കാം എന്നും നിരീക്ഷണങ്ങളുണ്ട്. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായി വരുന്ന ഒരു ചോദ്യമായിരിക്കും, വെറും ഇലക്ട്രിസിറ്റിക്ക് മാത്രം വേണ്ടിയാണോ ചൈന ഇത്രയും പണം ചിലവഴിച്ച് ഇത്രയും റിസ്ക് എടുത്തുകൊണ്ട് ഇവിടെ ഒരു ഡാം പണിയുന്നതെന്ന്? അതിന് പ്രധാനമായും രണ്ടുത്തരങ്ങളുണ്ട്. ഒന്നാമതായി, ചൈന ക്ലീൻ എനർജിയിലോട്ട് മാറുന്നതിൻ്റെ ഭാഗമായാണ് ഈ ഒരു ഡാം നിർമ്മിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, എന്താണ് ഈ ക്ലീൻ എനർജി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്? സത്യത്തിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രകൃതി മലിനീകരണം നടത്തുന്ന ഒരു രാജ്യമാണ് ചൈന. അതിനാൽ തന്നെ 2060 ചൈന പൊല്യൂഷൻ നല്ല രീതിയിൽ കുറയ്ക്കാനുള്ള പദ്ധതിയിലാണ്. കൽക്കരിയും ഓയിലും കത്തിച്ചുകൊണ്ടുള്ള മലിനീകരണം ഇതിലൂടെ കുറയ്ക്കാൻ കഴിയുമെന്നാണ് ചൈന വിശ്വസിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ചൈനയുടെ എക്കണോമി വളർത്തുക എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രൊജക്റ്റ് നടപ്പിലാക്കുന്നതോടെ ചൈനയുടെ എക്കണോമി സ്ട്രോങ് ആവുകയാണ് ചെയ്യുക. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നിരവധി തലമുറകളായി ഇവിടെ താമസിക്കുന്ന പഴയ ടിബറ്റ് കമ്മ്യൂണിറ്റികൾ ഉൾപ്പെടെ മുഴുവൻ ഗ്രാമങ്ങളും ഇവിടെ നിന്ന് മാറി താമസിക്കാൻ നിർബന്ധിതരാകും. പല പഴയ ക്ഷേത്രങ്ങളും പുണ്യസ്ഥലങ്ങളും വെള്ളത്തിനടിയിലാകും. അവ ടിബറ്റൻ സംസ്കാരത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും പ്രതീകങ്ങളാണ്. മുൻപേ സൂചിപ്പിച്ച ത്രീ ഗോർജസ് ഡാമിൻ്റെ നിർമ്മാണത്തിനായി 1.4 ദശലക്ഷം ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നത്രേ. എന്നാൽ ഈ ഡാമിൻ്റെ നിർമ്മാണത്തിനായി എത്രത്തോളം ജനങ്ങളെ കുടിയൊഴിപ്പിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല. ജൈവസമ്പന്നത നിറഞ്ഞ പ്രദേശത്തിൻ്റെ ആവാസ വ്യവസ്ഥയെ ഇത് എത്രത്തോളം ബാധിക്കും എന്നതും ചർച്ചാ വിഷയമാണ്. പരിസ്ഥിതിക്കോ ജലവിതരണത്തിനോ ഇത്തരം അണക്കെട്ടുകൾ അധിക ബാധ്യത വരുത്തിവെക്കില്ലെന്ന നിലപാടിലാണ് ചൈനീസ് ഭരണകൂടം. കൂടാതെ ഡാമിലെ ഇത്രയധികം വെള്ളത്തിൻ്റെ ഭാരം മണ്ണിടിച്ചിലിനും ഭൂകമ്പത്തിനും കാരണമാകാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇതിനെല്ലാം പുറമെ ഈ ഡാമിന് പിന്നിൽ വലിയൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. സത്യത്തിൽ ഇന്ത്യയും ബംഗ്ലാദേശും ഈ പദ്ധതിയെക്കുറിച്ച് ആശങ്കാകുലരാണ്. കാരണം യാർലുങ് സാങ്പോ നദി ടിബറ്റിൽ അവസാനിക്കുന്ന ഒരു നദിയല്ല. ഇത് ബ്രഹ്മപുത്ര നദിയായി ഇന്ത്യയിലേക്കും ബംഗ്ലാദേശിലേക്കും ഒഴുകുന്നുണ്ട്. കൃഷി, കുടിവെള്ളം, വെള്ളപ്പൊക്ക നിയന്ത്രണം എന്നിവയ്ക്ക് ഈ നദി വളരെ പ്രധാനമാണ്. ഈ ഡാമിൽ നിന്നുമുള്ള നീരൊഴുക്ക് കുറയ്ക്കുകയോ ഡാമിനെ പെട്ടെന്ന് തുറന്നു വിടുകയോ ചെയ്താൽ അത് വടക്കു കിഴക്കൻ ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും കർഷകരെയും ജനങ്ങളെയും ദോഷകരമായി ബാധിക്കും. ചൈനയും ഇന്ത്യയും തമ്മിലുള്ള നിലവിലെ അതിർത്തി പിരിമുറുക്കങ്ങൾ, പ്രത്യേകിച്ച് ബ്രഹ്മപുത്ര ഒഴുകുന്ന അരുണാചൽ പ്രദേശിന് സമീപം ഈ ആശങ്കകൾ വലുതാണ്. മറ്റു രാജ്യങ്ങളിലേക്കുള്ള നദി ഒഴുകാനുള്ള നിയന്ത്രണം ചൈനയ്ക്ക് കിട്ടുന്നത് പോലെയാകും ഇത്. ഇന്ത്യയും ബംഗ്ലാദേശും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നുണ്ടെങ്കിലും എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം. ഏതായാലും ഈ ഡാം നിർമ്മാണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.